ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞമത്തിയാട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാലമായിട്ടുണ്ട് കുഞ്ഞമത്തി വാങ്ങിയിട്ട്. അധികം ഇവിടെ കിട്ടാറില്ല, പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ വെട്ടിത്തരുമൊക്കെ ചെയ്യും, എന്നാലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ കലാപരിപാടികൾ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ആ പരിപാടിയൊക്കെ ചെയ്തെടുക്കുകയാണ്, വെട്ടിക്കഴുകിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നന്നാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി എടുത്തുകൊണ്ട് ഒന്നും കൂടെ കഴുകുന്നുണ്ട് കേട്ടോ. ഞാൻ കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ പറഞ്ഞു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നിർത്തി കേട്ടോ, ആ പരിപാടി നിർത്തി. ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു മുളകിട്ട കറി വെക്കാമെന്ന്. മുളകിട്ട കറിയും വെക്കാം, കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാം. വറുക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് മൊരിയിച്ചെടുക്കുന്ന രീതിക്ക് വറുത്തെടുക്കാനാണ് എനിക്കിഷ്ടം. ചിലവർക്ക് അത്രയ്ക്ക് അങ്ങ് മൊരിയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ കറിയായിട്ട് ഞാൻ മുളക് കറി വെക്കാമെന്ന് വെച്ചു. കുടംപുളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുന്ന ആ കറിയില്ലേ, അതാണ് കുഞ്ഞമ്മത്തിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടിട്ടും വെക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടംപുളി ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും പറയണില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാവും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താണ്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇതിൽ നിന്ന് കുറച്ച് ചാളേനെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടോ, നാളെ തോരൻ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തോരൻ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കുടംപുളിയൊക്കെ ഇട്ട് മുളക് കറി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ വറുത്തത് റെഡിയായി. അപ്പം തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മളെ മട്ടരീൻ്റെ ചോറും മീൻ കറിയും കൂടെ എടുത്തൊഴിച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മാങ്ങയിഞ്ചിയും മാങ്ങയൊക്കെ ഇട്ടിട്ട് അച്ചാറുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് ഇതിക്ക് സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുള്ളത്. വേറെ ഒരു കറി ഇല്ല കേട്ടോ. ഇത് തന്നെ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.